ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? സുഖമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇവിടെ എനിക്കും സുഖമാണ്. ഇന്ന് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. രാവിലെ എണീറ്റ ഉടനെ തന്നെ ചായക്കുള്ള പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു അടിപൊളി ചട്നി ഉണ്ടാക്കാം. ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. ടൊമാറ്റോയും നിലക്കടലയൊക്കെ ഇട്ടുണ്ടാക്കുന്ന. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ചമ്മന്തിക്ക് ആവശ്യമായിട്ട് ഞാൻ 2 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഉള്ളി നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമുക്ക് അതെടുത്തിട്ട് ഏത് സൈസിൽ വേണമെങ്കിലും മുറിക്കാം. എന്താണെന്ന് വെച്ചാൽ ഇത് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുന്ന ഒരു ചമ്മന്തിയാണ്. ഏകദേശം ഉള്ളി ക്ലീനൊക്കെ ചെയ്ത് മുറിച്ചു കൊണ്ട് വെച്ചു. ആ സമയത്ത് ഇതേ പാല് തിളച്ചിട്ടുണ്ട്. ഞാൻ ചായ ഉണ്ടാക്കുന്നത് ഈ രീതിയിലാണ്. പാല് തിളച്ചതിലേക്ക് ഞാൻ ചായപ്പൊടി ഇട്ട് കൊടുക്കും. ചായപ്പൊടി ഇട്ടതിന് ശേഷം സിമ്മിൽ വയ്ക്കും ഫ്ലെയിം. എന്നിട്ട് അതിലേക്ക് തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ ചായ ഉണ്ടാക്കുന്ന രീതി. ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് നോക്കാം. അടുപ്പത്തൊരു പാന് വെച്ചിട്ടുണ്ട്. പാന് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം 3 അല്ലി വെളുത്തുള്ളി, കുറച്ച് ജീരകം, പിന്നെ ഒരു 4-5 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ജീരകം വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ചമ്മന്തി ചെറിയ കുട്ടികളൊക്കെ നിലക്കടല കഴിക്കില്ലല്ലോ. ഇതൊരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഒന്ന് പച്ചമണം മാറി കിട്ടുമ്പോൾ അതിലേക്ക് കുറച്ച് നിലക്കടല ഇട്ട് കൊടുക്കാം. ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നിലക്കടല കൂടുതലാകാൻ പാടില്ല. കൂടുതലായാൽ അതിൻ്റെ ആ ടേസ്റ്റ് ആയിരിക്കും വായിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് പുളിയെന്ന് പറഞ്ഞാൽ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളിയൊന്നും വേണ്ട. കുറച്ച് പുളി ഇട്ട് കൊടുത്താൽ മതി. ഏകദേശം നമ്മൾ ടൊമാറ്റോ ഇടുന്നത് കൊണ്ട് ടൊമാറ്റോന് പുളിയാണ്. പിന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 4 ടൊമാറ്റോയാണ് എടുത്തിരിക്കുന്നത്. കൂട്ടത്തിൽ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പുളി ഇട്ടില്ലെങ്കിൽ വേണ്ട, സാരമില്ല. കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ട് ഒരു 3 ടീസ്പൂൺ പുളി വെള്ളമൊക്കെ ചേർത്തിട്ട് നമുക്ക് അരയ്ക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാം. പക്ഷെ പുളി ഇങ്ങനെ ഇട്ടിട്ട് എണ്ണയുടെ കൂട്ടത്ത് മൂക്കുമ്പോഴാണ് ഈ ചമ്മന്തിക്കൊരു ടേസ്റ്റ്. മൂടി വെച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് മൂടി എടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒന്നും കൂടി പച്ചമണമൊക്കെ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഏകദേശം അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തണുക്കാനായിട്ട് വയ്ക്കാം. തണുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്കിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് അരച്ചെടുക്കുന്ന സമയത്തൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കേണ്ട ആവശ്യമില്ല. അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അരച്ചെടുത്ത് വന്നപ്പോൾ അതെങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി എല്ലാ ചട്നി ഈ ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കൊരു അടുപ്പത്തൊരു ചീനച്ചട്ടി വച്ച് അത് ചൂടായതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിക്കാം. ഞാൻ ഈ ചമ്മന്തിക്ക് എപ്പോഴും കുറച്ച് കൂടുതൽ കടുക് ഇടും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആ കടുക് ഇങ്ങനെ കടിച്ച് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്, ദോശയുടെ വീട്ടത്തൊക്കെ ആണെങ്കിൽ. പിന്നെ അത് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് മൂപ്പിച്ചിട്ട് ഈ ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ.
ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ടൊമാറ്റോ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇനി ഒരു കാര്യം, ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് കൂടുതൽ സപ്പോർട്ട് ചെയ്ത് തരണം. അടുത്തിന് ദോശയാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചമ്മന്തി റെഡിയാക്കി കഴിഞ്ഞ് ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം കേട്ടോ. ഈ ചമ്മന്തി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ. നല്ല ഈസിയുമാണ്, പിന്നെ ചോറിൻ്റെ കൂട്ടത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തി.